റേഷ്യോയില് കുറച്ച് സോൾഡ് എക്സാമ്പിൾസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് ജസ്റ്റ് ടഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ള സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, പേജ് നമ്പർ 176. പേജ് നമ്പർ 176. അതിൽ എക്സാമ്പിൾ 4 ഒന്ന് നോക്കിയേ. Find the ratio of the following: 90 centimeter to 3 meter, 250 gram to 1 kilogram, 36 months to 5 years. അതിന്റെ റേഷ്യോസ് കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ് അല്ലെ. ഒരു റേഷ്യോയില് 90 സെന്റിമീറ്ററും 3 മീറ്ററും, പിന്നെ ഒന്ന് 250 ഗ്രാമും 1 കിലോഗ്രാമും, പിന്നെ 36 മന്ത്സും 5 ഇയേഴ്സും. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ തന്നിരിക്കുന്ന രണ്ട് മെഷർമെന്റും സെയിം യൂണിറ്റിലേക്ക് മാറ്റണം. ഓക്കെ, ഏതിലേക്കാണോ മാറ്റാൻ ഈസി ആയിട്ടുള്ളത് ആ യൂണിറ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. സെന്റിമീറ്ററിലെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോറി, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ കുറെ കൺവേർഷൻസ് ഉണ്ട്, അറിയാലോ? അറിയോ? ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ ഒന്ന് നോക്കിയേ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 90 സെന്റിമീറ്റർ ടു 3 മീറ്റർ. 90 സെന്റിമീറ്ററിന്റെയും 3 മീറ്ററിന്റെയും റേഷ്യോ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? 90 സെന്റിമീറ്റർ ടു 3 മീറ്റർ. 90 സെന്റിമീറ്റർ ടു 3 മീറ്റർ. ഇവിടെ ആൻസിഡന്റും കോൺസിക്വന്റും ഏതൊക്കെയാണ് എങ്ങനെ മനസ്സിലാക്കും? ആൻസിഡന്റും കോൺസിക്വന്റും 2 എന്ന് പറഞ്ഞത് തീർച്ച കൊടുത്താൽ മതിയോ? 2 കഴിഞ്ഞിട്ട് വരുന്നത് കോൺസിക്വന്റും 2ന് മുന്നേ വരുന്നത് ആൻസിഡന്റും ആയിരിക്കും. അപ്പൊ ഇതിന്റെ റേഷ്യോ ശരിക്കും എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ 90 സെന്റിമീറ്റർ is to 3 meter. 90 സെന്റിമീറ്റർ is to 3 meter. ഇനി 90 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അവിടെ വേറൊരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും വരിക. എന്നാൽ 3 മീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 3 മീറ്റർ എന്നുള്ളത് 3 into 100 സെന്റിമീറ്റർ എന്നാവും. അപ്പൊ 90 സെന്റിമീറ്റർ അതേപോലെ തന്നെ വെക്കുക. 90 സെന്റിമീറ്റർ ഈസ് ടു 3 മീറ്റർ. 3 മീറ്റർ എന്ന് പറയുമ്പോൾ 3 into 100 സെന്റിമീറ്റർ. 3 into 100 centimeter. 90 centimeter is to 3 into 100 300 centimeter. ഇനി എന്ത് ചെയ്യണം?
90 സെന്റിമീറ്ററും 300 സെന്റിമീറ്ററും ആവുമ്പോൾ അതിനെന്ത് ചെയ്യണം? സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. 90 by 300. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 0 വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് സീറോയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം രണ്ട് സീറോസും ക്യാൻസൽ ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് 9 by 30. 9 by 30. 9 by 30 9നെയും 30യെയും നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9നെയും 30നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? 3 by 10 എന്ന് കിട്ടി. അതിന്റെ റേഷ്യോ 90 സെന്റിമീറ്റർ ഈസ് ടു 300 സെന്റിമീറ്റർ എന്നുള്ളതിന്റെ റേഷ്യോ 3 ഈസ് ടു 10. റേഷ്യോ എഴുതുന്ന സമയത്ത് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് വരെ മാത്രമേ യൂണിറ്റ് എഴുതേണ്ട ആവശ്യമുള്ളൂ. റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റിന്റെ ആവശ്യമില്ല. 90 സെന്റിമീറ്ററും 300 സെന്റിമീറ്ററും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നത്. റേഷ്യോന് നമ്മൾ നോർമലി യൂണിറ്റ് എഴുതാറില്ല. സോ ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ 3:10. അടുത്തത് 250 gram to 250 gram to 1 kilogram. ഇവിടെ എങ്ങനെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കാം? 250 gram is to 1 kilogram. ഇതിൽ 250 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒന്നുകിൽ ഡെസിമൽ നമ്പർ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ 1 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോ 250 gram is to 1 into 1000 gram. എത്ര കിട്ടും? 250 is to 1 into 1000, 1000. ഇനി ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാം. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ 250 divided by 1000. ഇതിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 0 വരുന്നുണ്ട്. ആ രണ്ട് സീറോയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 25 by 100. 25നെയും 100നെയും നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ 1/4. ഇതിനെ നമ്മൾ റേഷ്യോ ആക്കി മാറ്റുന്ന സമയത്ത് 1:4 എന്ന് വരും. അതായത് 250 ഗ്രാമിനെ 1 കിലോഗ്രാമിനോട് കൂടി നമ്മൾ റേഷ്യോ ആക്കി എഴുതുന്ന സമയത്ത് 1:4 എന്നാണ് റേഷ്യോ കിട്ടുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തത് 36 months to 5 years. 36 months to 5 years. ഇതിനെ നമ്മൾ റേഷ്യോ എഴുതുന്ന സമയത്ത് ഒന്നുകിൽ മന്ത്സിനെ ഇയേഴ്സിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇയേഴ്സിനെ മന്ത്സിലേക്ക് മാറ്റാം. 36 months is to 5 years. 36 months is to 5 years.
നമുക്ക് ആദ്യം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ 5 ഇയേഴ്സിനെ മന്ത്സിലേക്ക് മാറ്റാം. 36 months is to 5 years എന്ന് പറയുമ്പോൾ എത്ര മന്ത്സ് ആയിരിക്കും? 5 into 12 months ആയിരിക്കും. എന്തുകൊണ്ടാ? 1 year is equal to 12 months. Then 36 months is to 5 into 12, 60. 60 months. That is equal to 36 is to 60. 36 is to 60 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ റേഷ്യോ ആക്കി സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് 36 by 60. 36നെയും 60യെയും നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 6 10. 6നെയും 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 5. അപ്പോൾ 3/5 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ റേഷ്യോ ആക്കി എഴുതുന്ന സമയത്ത് 3:5. 3:5 എന്ന് ആൻസർ കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ 36 മന്ത്സിനെ ഇയേഴ്സ് ആക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 36 മന്ത്സ് എന്നുള്ളത് 36/12 ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഇതേപോലെ 36 മന്ത്സിനെ നമുക്ക് ഇയേഴ്സ് ആക്കി നോക്കാം. 36 മന്ത്സിന് ഇയേഴ്സ് ആക്കുന്ന സമയത്ത് 36/12 years is to 5 years. 36/12 എന്ന് പറയുമ്പോൾ 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. പിന്നെ 5 ഇയേഴ്സിന്റെ 5. അപ്പൊ 3:5 തന്നെ നമുക്ക് ആൻസർ കിട്ടും. മന്ത്സിനെ ഇയേഴ്സിലേക്ക് മാറ്റിയാലും ഇയേഴ്സിനെ മന്ത്സിലേക്ക് മാറ്റിയാലും ആൻസർ 3:5 എന്ന് തന്നെ റേഷ്യോ കിട്ടും. ഇപ്പൊ നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ഇതേപോലെ തന്നെ കിട്ടുക. അതായത് നമ്മളെ യൂണിറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്താലും റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഇതിലുണ്ടോ നോക്കട്ടെ. പേജ് നമ്പർ 181. പേജ് നമ്പർ 181. അതിനകത്ത് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യനില് 8ാമത്തത് ഒന്ന് ചെയ്തേ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലത്തെ 8ാമത്തത് 8 months to 3 years. 8 months to 3 years. ഒന്ന് ചെയ്ത് നോക്കിയാ റേഷ്യോ ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? Eight months to 3 years. 8 months to 3 years. എന്ത് ചെയ്താൽ മതി? ഇയേഴ്സിനെ മന്ത്സിലേക്ക് മാറ്റിയാൽ മതി. കാരണം 8 മന്ത്സിനെ നമ്മൾ ഇയേഴ്സിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ 8/12 ഫ്രാക്ഷൻ വരും അല്ലേ? പിന്നെ നമ്മൾ ആദ്യം ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്ത് മാറ്റുമൊക്കെ വേണം. അതിനേക്കാളും ബെറ്റർ 8 months അങ്ങനെ തന്നെ നിൽക്കട്ടെ. 8 months is to 3 years എന്നുള്ളത് ഇയേഴ്സിനെ നമുക്ക് മന്ത്സിലേക്ക് മാറ്റാം. 3 into 12. 3 into 12 months. 8 months. 8 is to 3 into 12 36. 8/36. 8/36. ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് 8നെയും 36നെയും നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 36നെ ഡിവൈഡ് ചെയ്താൽ 4. 1/4
4 എന്ന് കിട്ടി. അപ്പൊ ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുന്ന സമയത്ത് സോറി റേഷ്യോ ആക്കി എഴുതുന്ന സമയത്ത് 1:4 എന്ന് വരും. അതായത് 8 months to 3 years എന്നുള്ളതിന്റെ റേഷ്യോ 1:4. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. മിസ് ആ മിസ് ഞാൻ ഇങ്ങനെ കേട്ടില്ല മോനെ. 4 കൊണ്ട് ചെയ്തേ. 4 ഉണ്ടോ? ഓക്കെ, 4 കൊണ്ട് ചെയ്താലും എന്ത് ചെയ്യാം? അതിനെ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര ഷോണിന് കിട്ടിയ ആൻസർ എത്രയായിരുന്നു? 2:9. 2:9. സോറി, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഒരു മിനിറ്റ്. 36നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്താ നിങ്ങൾ ഓർമ്മിപ്പിക്കാതിരുന്നേ? Eight by 36. ശരിയാ, ഷോൺ ചെയ്തത് ശരി തന്നെ കേട്ടോ. 8 കൊണ്ട് 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 36നെ ചെയ്താൽ 9 കിട്ടും. അപ്പൊ കിട്ടുന്ന ആൻസർ ശരിയാ, 2:9. സോറി 2:9 തന്നെയാ കേട്ടോ ആൻസർ. ഓക്കെ, 8 by 36 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2:9 എന്ന് കിട്ടും. ഇനി ഇതില് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ equivalent ratios. Example 5 നോക്കിയേ. A cake recipe requires 1/2 cups of milk and 3/4 cups of flour. What is the ratio of the number of cups of milk to number of cups of flour in this recipe? 1/2 ന്റെയും 3/4 ന്റെയും റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. അത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് അതിനെ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ചെയ്താൽ മതി. Then are the ratios 2:3 and 3:5 equivalent? 2:3ഉം 3:5ഉം ഇക്വാലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? 2/3യെയും 3/5നെയും ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണോ നോക്കാൻ അതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. എന്തോ പറഞ്ഞതൊന്നുകൂടി പറയണോ? എക്സാമ്പിൾ 6 അല്ലേ? Two is to 3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2:3 എന്നുള്ളത് 2/3 എന്ന് എഴുതാം. 3:5 എന്നുള്ളത് 3/5 എന്ന് എഴുതാം. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇക്വാലന്റ് ഫ്രാക്ഷൻസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും ഇക്വാലന്റ് ഫ്രാക്ഷൻസ് ഇക്വാലന്റ് ആണോ എന്നല്ലേ ചോദിക്കുന്നേ? ഇത് രണ്ടും ഇക്വാലന്റ് ആണോ നോക്കാൻ ഇത് രണ്ടും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുമ്പോ രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ 3ന്റെയും 5ന്റെയും LCM കണ്ടുപിടിക്കുക. 3ന്റെയും 5ന്റെയും LCM 15 ആണ്. 2/3യെ 15 LCM ആക്കി മാറ്റുന്ന സമയത്ത് 3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
2നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 10/15 എന്ന് കിട്ടും. അതുപോലെ 3/5നെ 15 LCM ആക്കി മാറ്റുന്ന സമയത്ത് 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ ന്യൂമറേറ്റർ 3നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 3നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9/15 എന്ന് കിട്ടും. ഇവിടെ 2/3 2:3 നമ്മൾ എങ്ങനെ എഴുതി? 10:15 എന്ന് എഴുതി. അതുപോലെ 3:5നെ 9:15 എന്നും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇത് രണ്ടും സെയിം ഇക്വലന്റ് ആവണമെങ്കിൽ എന്ത് വരണം? ഈ 15 സെയിം ആയതുപോലെ ഈ ആന്റിസിഡന്റും സെയിം ആയിട്ട് വേണം. അതായത് ന്യൂമറേറ്ററും സെയിം ആയിട്ട് വരണം. ഇവിടെ 10/15 എന്ന് പറയുന്നത് 9/15നെക്കാളും വലുതാണ് അല്ലേ? That means 2/3 is greater than 3/5. രണ്ട് ഫ്രാക്ഷൻസ് ഇക്വലന്റ് ആവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുന്ന സമയത്ത് ന്യൂമറേറ്റേഴ്സും സെയിം ആയിട്ട് വരണം. എന്നാലേ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ 2/3 3/5നെക്കാളും വലുതായതുകൊണ്ട് it is not equivalent. These are not equivalent fractions. Then example 7. Find two equivalent ratios of 9:4. 9:4ന്റെ രണ്ട് ഇക്വലന്റ് റേഷ്യോസ് കണ്ടുപിടിക്കാൻ. ഇക്വലന്റ് റേഷ്യോസ് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ആന്റിസിഡന്റിനെയോ കോൺസിക്വന്റിനെയോ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ചെയ്തിരിക്കുന്ന 9 കൊണ്ട് ഡിവൈഡും ചെയ്തിട്ടുണ്ട്, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാ അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ്? 9:24ൻ്റെത് 3:8ഉം പിന്നെ 18:48. Then example 8. Compare the ratios 1/4 and 1:4 and 2:3. അതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം അതിന്റെ ഫ്രാക്ഷൻസ് ഫോമിൽ എഴുതാം. ഫ്രാക്ഷന്റെ ഫോമിൽ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കാം. ഏതിന്റെ? രണ്ട് ഡിനോമിനേറ്റേഴ്സിന്റെയും LCM കണ്ടുപിടിക്കാം. എന്നിട്ട് ഗ്രേറ്റർ ഫ്രാക്ഷൻ ഏതാന്ന് നോക്കാം. ഗ്രേറ്റർ ഫ്രാക്ഷൻ ഏതായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ ആയിരിക്കും ഗ്രേറ്റർ റേഷ്യോ. Okay. Then example 9. The scores of Aditya and Aryav is in their English test are as follows. രണ്ട് കുട്ടികളുടെ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. മാർക്സ് സ്കോർ, ടോട്ടൽ മാർക്സ്. Whose performance is better? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാം? രണ്ട് പേരുടെയും സ്കോർ ചെയ്ത മാർക്കിന്റെയും ടോട്ടൽ മാർക്കിന്റെയും തമ്മിലുള്ള റേഷ്യോ നോക്കുക. ഇപ്പൊ 60 ഔട്ട് ഓഫ് 80 ആണെങ്കിൽ 60/80 എന്നല്ലേ മാർക്ക് നമ്മൾ സാധാരണ എഴുതുന്നത്. 60/80 എന്ന് പറയുന്നത് റേഷ്യോ ആക്കി എഴുതുന്ന സമയത്ത് 60:80 എന്ന് വരും. അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയാൽ 3/4 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റുഡന്റിന്റെ മാർക്ക് 40 ഔട്ട് ഓഫ് 60. 40/60. 40/60നെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 2/3 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് 3/4ഉം രണ്ടാമത്തെ കുട്ടിയുടെ മാർക്ക് 2/3ഉം. ദെൻ ആ രണ്ട് റേഷ്യോസും തമ്മിൽ കമ്പയർ ചെയ്യുക. ആ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. LCM കണ്ടുപിടിച്ചിട്ട് വലുത് ഏതാന്ന് കണ്ടുപിടിക്കുക. വലിയ ഫ്രാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ ആയിരിക്കും വലിയ റേഷ്യോ. അതായത് വലിയ റേഷ്യോ കിട്ടുന്നതായിരിക്കും ബെറ്റർ പെർഫോമൻസ്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യാ, ഇപ്പൊ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റിൽ ഒന്ന് നോക്കുക.
എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്ന് വേറെ ക്ലാസ് ഉണ്ടോ ഇനി? ഓക്കെ, ഇന്ന് 12:15 ക്ലാസ് ഇല്ലേ? മാത്സ് ക്ലാസ് ഇല്ലല്ലോ. മാത്സ് ക്ലാസ് ഉണ്ടല്ലോ, 12:15 ഉണ്ടല്ലോ. ഇല്ല അല്ലേ? ഇല്ല മിസ്, 3 സയൻസ് ഇല്ല, അല്ലേ? ഇന്നില്ല, നാളെ. ഓക്കെ, നാളത്തേക്ക് നിങ്ങള് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. നാളെ നമുക്ക് പ്രപ്പോർഷൻസ് എടുക്കാം. ഓക്കെ, പ്രപ്പോർഷൻ പേജ് നമ്പർ 182. പ്രപ്പോർഷൻസും കൂടി കഴിഞ്ഞാൽ കുറച്ച് പഠിക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാല് ഈ ചാപ്റ്റർ അങ്ങ് തീർന്നു. പിന്നെ പെർസെന്റേജും പ്രോഫിറ്റ് ആൻഡ് ലോസും അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ബൈ.